ഇമ്മ റിനു നൂറ് എപ്പോഴാ വരിക? നൂറൊക്കെ ക്ലാസ് ഇല്ലേ? നൂറ ജംഷിന്റെ കൂടെ പോയതാണ്. അവിടെ പോയിട്ട് വരമ്മ 2 ദിവസമായി ജംഷി ഇങ്ങനെ വിളിക്കണം, ഞാൻ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞാണ്ട് രാവിലെ പോയതാണ്. റീനു പിന്നെ ക്ലാസ്സിന് പോയതാണ്. ഓള് വൈകുന്നേരം അവയക്കാരൻ വരാന്. ഇമ്മ റീനുവിന് 12 മണിയാകുമ്പോത്തിന് ക്ലാസ് കഴിയൂലേ? പക്ഷെ അവള് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ 4 മണി 5 മണിയൊക്കെ ആവല്ല. അതുവരെ അവളെവിടെ പോയി കിടക്കാണ്? എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറയും. ഉമ്മാക്ക് പഠിപ്പിനെ പറ്റിയിട്ട് എന്താ അറിയാനാണ്? ഉമ്മാക്ക് ഒന്നും അറിയില്ല. ഭയങ്കര പഠിപ്പാണ്, ഇപ്പത്തെ കാലാണ്, ഇമ്മ പഠിച്ച കാലല്ല എന്നൊക്കെയാണ് എന്നോട് പറയുന്നത്. പിന്നെ ഞാൻ എന്താ കുട്ടിനോട് ചോദിക്കല്? ഇന്നലെ എന്നോട് പറഞ്ഞ അസൈൻമെന്റോ പ്രൊജക്റ്റോ അങ്ങനെ എന്തോ നേരാക്കാണ്ട്, അതാണ് ഇത്രയും നേരം വൈകിയതെന്ന് പറഞ്ഞു. ഇന്നലെ എപ്പോഴും ഓള് വന്നത് 6 മണി ആയിക്കണോള് പെരയെ കയറിയപ്പോൾ. ഇത്രയും നേരം എന്തേന്നടിന്ന് ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞതാണ് എന്നോടത്. പിന്നെ ഇപ്പൊ എന്താന്നാ ഇപ്പൊ ഞാൻ ആ കുട്ടിനോട് ചോദിക്കല്? എന്ത് ചോദിച്ചാലും തട്ടുത്തരല്ലാതെ കുട്ടി പറയില്ല. എന്ത് ചോദിച്ചാലും മുഖം കറുപ്പിച്ചുകൊണ്ട് തട്ടുത്തരല്ലാതെ പറയില്ല. പിന്നെ പോളെ സ്വഭാവം നമുക്ക് മാറ്റിയാൽ മാറൂല. വിളിച്ചോടത്ത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊലിച്ചോടത്ത് കണ്ട് പറഞ്ഞയക്കനെ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഇമ്മ അവളെ കൂട്ടുകാരികളോട് ചോദിച്ചൂടെ? ഇനി അവളെ കൂട്ടുകാരികളോട് ചോദിച്ചിട്ട് വേണം അതിന് ഓള് ഇവിടെ പേരെ പൊളിച്ച് പന്തലിടാന്. അത് മതി. ഒരാശം തന്നെ ഓള് നേരം വൈകിയപ്പോ ഞാൻ ഒന്ന് വിളിച്ച് ചോദിച്ചു, കഷ്ടകാലത്തിന് വിളിച്ച് ചോദിച്ചതാണ്, റിനു എന്താ നേരം വൈകിയതെന്ന്, എപ്പോഴാ ക്ലാസ് വിട്ടതെന്ന്. എന്റെ പൊന്നാരങ്ങളെ, ഈ പെരന്റെ ഉള്ളിൽ കിടന്ന് ഓളിഞ്ഞ് കാട്ടാത്തതൊന്നും ഇല്ലല്ലോ. ഇജ്ജ് കണ്ടീന്ന് തന്നെ അല്ലേ? ഒരു കുഞ്ഞോനെ പേടിയ ഓൾക്ക്, നൂറയും പേടിയില്ല. ഒരു മനുഷ്യന്മാരോൾക്ക് പേടിയില്ല. എന്തിനാ പറഞ്ഞത്? സ്വന്തം വാപ്പാനെ വരെ പേടിയില്ല. വാപ്പയാണെന്നുണ്ടെങ്കിൽ കൊഞ്ചിച്ച് ഓളങ്ങനെ വഷളാക്കിയിരുന്നു. അങ്ങനത്തെ ഒരു സാധനാണത്. ഇത് പറഞ്ഞാ എന്താ അറിയാ? വാപ്പാനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരാൾ എന്താ പറയല്? നിങ്ങളെപ്പം എന്താ എന്നോട് പറിച്ചില്? അത് സാരില്ല, ഓള് കുട്ടിയല്ലേ എന്നാ. പിന്നെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? വാപ്പ നിർത്തലയിൽ ഇങ്ങനെ കയറ്റി നടക്കാണ്. അത് വാപ്പാക്കന്നെ മനസ്സിലാവും കുറെ കഴിഞ്ഞാല്. പെൺകുട്ടിയാണ്, ആ ബോധം വാപ്പാക്ക് വേണം. ഈ പെൺകുട്ടികളെ ആൺകുട്ടികളെ മാറ്റി ഇങ്ങനെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിലേ എന്താവും എന്നുള്ളത് വാപ്പാക്ക് മനസ്സിലാവും. അപ്പളെ വാപ്പ പഠിച്ചോളൂ. ഇമ്മ, നിങ്ങൾ അവള് പറഞ്ഞതേ എല്ലാതും വിശ്വസിക്കാൻ നിക്കണ്ട കേട്ടോ. പ്രത്യേകിച്ച് അവളെ പ്രായം ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇപ്പത്തെ കാലും ആണേനും. അങ്ങനത്തെ കുരുത്തക്കേടുക്കും ഇതിക്കൊന്നും ചെന്ന് ചാടൊന്നും ഇല്ല ഓള്. ഇന്നിപ്പോ രാവിലെ എൻ്റെ അടുത്ത് 1000 ഉറുപ്പ്യ വാങ്ങിയിട്ടാ പോയത്. 1000 ഉറുപ്പ്യ? ഇമ്മ എന്തിനാ അവള് ചോദിക്കുമ്പോ അതിന് പൈസ എങ്ങനെ എടുത്ത് കൊടുക്കണേ? ഓൾക്ക് എന്താ പഠിക്കാനാ, എന്താ ഫീസ് അങ്ങനെ എന്തോന്ന് പറഞ്ഞ്. പിന്നെ വലിയ ക്ലാസ്സിലല്ലേ ഓള് പഠിക്കണത്, പിന്നെ അതിനത്ര ഫീസ് ഉണ്ടാവും. വെറുതെ ഒന്നും പോള് പൈസ ഒന്നും വാങ്ങൂല. അങ്ങനത്തെ കുരുത്തക്കേടൊന്നും നിന്റെ കുട്ടി ചെന്ന് ചാടില്ല, കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഓളെ വാപ്പാനെങ്കിൽ ആലോചിച്ച് കണ്ട് ഓള് മുണ്ടാതെ ഒരു പാത്ത് കുത്തിരിക്കും. അങ്ങനത്തെ ഒരു വാണ്ടാത്തരം ഓള് ചെയ്യാൻ പോകൂല. നമുക്ക് എല്ലാതും വിശ്വസിക്കാൻ പറ്റൂല. ഇങ്ങളും തന്നെ അവള് പറയുമ്പോ ഇതിന് പൈസ ഒക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് കോളേജിൽ വിളിച്ചുകാണ്ട് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇതിപ്പോ അവള് വന്ന് പറയണല്ലേ നമുക്ക് വിശ്വാസമുള്ളൂ. നൂറന്നെ കണ്ടില്ലേ, ഒരാളോട് മുഖത്ത് നോക്കി സംസാരിക്കൂല. അങ്ങനത്തെ നൂറാണ്. ഓളെ അഞ്ചത്തിയല്ലപ്പത് റിനു. അങ്ങനത്തേനൊന്നും പോകൂല. ഇയാൾ ആ കാര്യം ആലോചിച്ച് കണ്ട് പേടിക്കണ്ട. അല്ലമ്മ, റിനു അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരാള് നമ്മൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഇപ്പത്തെ കാലം അങ്ങനെയാണ്, അതോട് പറഞ്ഞതാണ്. ഓളവിടെ ഉണ്ടാണാവോ? എന്തെന്നാണ് ഇപ്പൊ പറയഞ്ഞപ്പോ ഓളോട്? ഓളെന്താ വിചാരിക്കോളും അറിയണം. മക്കളെ വാക്കും കേട്ട് കണ്ട് ചോരോന്നിന് വന്നിക്കണം നിൽക്കണം. ഈ അടിച്ചവര് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഇങ്ങോട്ട് കയറി ഈ അകും കൊലായൊന്നും മേൻ തുടച്ചിടും. ആ ഇമ്മരപ്പടിയെങ്കിലും മേൻ തുടച്ചിടും. ഇങ്ങനെ ഇരിക്കാൻ നിക്കല്ലട്ടെ. ഈ കച്ചറത്തിന്റെ സാധനം അവിടെ കൊണ്ടിട്ടിച്ച്. അതാ കോഴിക്കോടിന്റെ മുകളിലുണ്ട്. അത് ഞാൻ കച്ചറ കൊണ്ടുപോയി കൊട്ടിയപ്പോളേ എടുക്കാൻ മറന്നതാണ്. ഇപ്പൊ കൊടുന്നേരാ. കാരണം ഈ പറയാതെ ഇരുന്നാലും ശരിയാവൂല. ചെയ്യല് ഓള് ഞാനും കൂടിയുള്ള ഇത് തെറ്റാണ്. പറയാതെ ഇരുന്നുണ്ടെങ്കിൽ ഓളെ മകളുമായി തെറ്റി പോയിട്ടുണ്ടെങ്കിലോ. സൈനാത്ത കഴിഞ്ഞ പണി? ഇങ്ങോട്ട് കേറേ. ഇല്ല മളെ, പണിയൊന്നും കഴിഞ്ഞിട്ട് ഇയ്യ. ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഉപ്പേരി അരിയാണ്ട് അടിച്ചു വരാണ്ട് തുടക്കാണ്ട് അതൊക്കെ തന്നെ. എവിടെ ഉമ്മൂട്ടിയും റീനും ഇവളൊക്കെ അവിടെ? ഉമ്മൂട്ടി അത് അടിച്ചു വരണേ. ഉമ്മൂട്ടിനോട് ഞാൻ പറയേ ആ ബാക്ക് ഭാഗം ഒന്ന് അടിച്ചു വരാനേ. ഓള് യാകും കൊലായി അടിച്ചു വരി കഴിഞ്ഞതിന്റെ ശേഷം ലാസ്റ്റ് ബാക്ക് ഭാഗം അടിച്ചു വരല്. മിറ്റ ആദ്യം രാവിലെ അങ്ങോട്ട് അടിച്ചു വരും.
അഥവാ ആ ഖദീജാത്തെ പെരന്റെ ഓണറായിട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ പറയേണ്ടി വരൂല. ആ അമ്മൂട്ടിയോടെ അടിച്ചു വരുന്നുണ്ടാ, ഞാൻ കണ്ടും ചെയ്തില്ലോളെ. ആ താത്താന്റെ തൊള്ളയിൽ കിടക്കണ കേൾക്കാൻ വെച്ച വെറുതെ ഇങ്ങനെ കുറുകുറുങ്ങനെ പറയും. പിന്നെ ഇപ്പൊ ഞമ്മക്കൊന്നും പറയാൻ പറ്റൂലല്ലോ, ഓരോ പെരല്ലേ, വാടക കൊടുത്ത് നിൽക്കുമ്പോ ഓരോ പെരയാണ്. നാളെ തന്നെ ഒരു ദിവസം വാടക തെറ്റിയപ്പോത്തിന് ഇവിടെ കിടന്നുകാണ്ട് എന്തൊക്കെയേ പറഞ്ഞിക്കണെന്ന് അറിയും ഇവരെപ്പാനോട്. പിന്നെ ഇവരെപ്പിൻ തന്നെ വല്ലാതെ വാടക തെറ്റിക്കലില്ല. അതോ 1-2 ദിവസം തെറ്റിയുണ്ടെങ്കിൽ ആ താത്താക്ക് ഭയങ്കര വേവലാതിയാണ്. അത് പിന്നെ അങ്ങനെ തന്നെയായിരുന്നു. ഓരോ പേരാകുമ്പോ പിന്നെ ഒരു ചുറ്റുഭാഗം വന്ന് നോക്കും. അത് വാടകയ്ക്ക് നിൽക്കണ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുതലാളിമാർ ഇങ്ങനെ വന്ന് നോക്കുന്നു, എന്നാ എന്തെങ്കിലും കേടെന്നുണ്ടെങ്കിൽ നേരാക്കാൻ പറഞ്ഞാലോ അതിനൊരു ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നില്ല 14 കൊല്ലം വാടക പെരയില്. ഇക്കറിയാം, ഒരാള് പറഞ്ഞിട്ട് വേണ്ടല്ലോ. ആ ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ്. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടക്ക റീനു പോയത്? റീനു കോളേജിൽ പോയിക്കാണേ. റീനു ഇന്നലെ കോളേജ് കഴിഞ്ഞിട്ട് എപ്പോഴാ വന്നത്? ഓള് ഇന്നലെ ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എന്തൊക്കെ അസൈൻമെന്റോ പ്രൊജക്റ്റോ അങ്ങനെ എന്തൊക്കെ റെഡിയാക്കാണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തിയേ? ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതേന്ന്. ഞാൻ പറഞ്ഞോണ്ടൊന്നും തോന്നരുത് കേട്ടോ. എന്റെ മകള് വന്ന് പറയേ ചെയ്തത്. നിങ്ങൾ ഇനി ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടാ, ചൂടാവും ചെയ്യരുത്. ഞാൻ നിങ്ങളൊന്ന് കരുതിയിരിക്കാൻ നല്ലതാണെന്ന് വെച്ചിട്ട് പറയാണ്. റീനു ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കുമ്പോ പോണതേ എന്റെ മോള് കണ്ടെന്ന് അറിഞ്ഞ്. ബൈക്കുമ്പോ പോവേ? അത് ചിലപ്പോളെ കൂട്ടുകാരികളെ കൂടെ പോയിട്ടുണ്ടാവും ബൈക്കുമ്മേല്. എന്തിയേ? മോളെ കൂട്ടുകാരികൾക്കേ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ കൂടെ പോയിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ ആരുടെ കൂടെ ബൈക്കുമ്പോ കയറാനാണ്? അല്ലെന്നു കൂട്ടുകാരിക്കല്ല, ഓള് ഏതൊരു ചെക്കൻ്റെ കൂടെ പോണതെന്നാ കണ്ടത് പറഞ്ഞത്. ചെക്കൻ്റെ കൂടെ? അന്റെ പെണ്ണിന് തെറ്റിയതാവും കണ്ടതേ. റീനു അങ്ങനെ ചെയ്യൊന്നുമില്ല. ഇവിടുത്തെ ഉപ്പാനെ അവൾക്ക് ഭയങ്കര പേടിയാണ്. ഓൾ അങ്ങനെ ചെയ്യൊന്നുമില്ലടി. ഞാനിതിപ്പോ എങ്ങനെ നിങ്ങളോട് പറയാച്ചിട്ടേന്ന്. എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കൂല എന്നുള്ളത്. ഞാനും വിശ്വസിച്ചിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അത് ഞാൻ വന്ന് പറഞ്ഞത്. നിങ്ങളത് തെറ്റായിട്ട് എടുക്കൊന്നും വേണ്ട. റീനു ഇന്നലെ എന്താ ഇട്ടത്? ഓള് ഇന്നലെ ജീൻസ് പാൻറ്റും ഒരു മറ്റേ ഷർട്ട് പോലത്തെ കുപ്പായ ഇട്ടിരുന്നത്. എന്നാ ജീൻസ് പാൻറ് ഇതൊക്കെ തന്നെ എൻ്റെ കുട്ടി കണ്ടെന്ന് പറഞ്ഞത്. ഓളിപ്പോൾ അങ്ങനെ പൊള്ളു പറയേണ്ട ആവശ്യമില്ലല്ലോ സൈനാത്ത. എനിക്ക് തോന്നണില്ല കേട്ടോ, ഞാൻ വിശ്വസിക്കൂല. ഓളെ പോലത്തെ ഉടുപ്പ് ഇപ്പം എത്ര പോലെ ആൾക്കാർക്ക് ഉണ്ടാവും. ഞാൻ വിശ്വസിക്കൂല പറഞ്ഞത്. എൻ്റെ റീനു അങ്ങനെ ചെയ്യൂലേ? 100% എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കുട്ടികൾ ഇനിയിപ്പോൾ എത്ര ഒച്ചയും പുളിയും കൂട്ടിയാലും വാണ്ടാത്തരത്തിന് പോകൂല. എൻ്റെ കുട്ടിക്ക് ആള് തെറ്റിയതാവും. അല്ലെങ്കിലും എന്തിനാണ് ഈ മക്കള് കോളേജിൽ പോകുമ്പോ വേണ്ടാത്തതൊക്കെ പെരേ വന്ന് പറയേണ്ട ആവശ്യം? ഇത് വലിയവരും കൂടി തെറ്റിക്കാനുള്ള പരിപാടിയല്ലേ ഇപ്പൊ എന്റെ കുട്ടി ചെയ്തിരിക്കണത്. അതിന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടാ? എന്റെ കുട്ടിക്ക് രാവിലെ മുണ്ടാതെ കോളേജിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാ പോരെ? അല്ലെ റിനുവിനോട് അവൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടാ? എനിക്ക് തോന്നുന്നു എന്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നുള്ളത്. ഞാനത് വിശ്വസിക്കൂല്ല. വെറുതെ എന്തിനാണ് നമ്മൾ രണ്ടാളും പറഞ്ഞാണ്ടേ നമ്മൾ രണ്ടാളും കൂടി തെറ്റേണ്ട ആവശ്യം എന്തിനാണ്? ഇവിടുത്തെ കാക്കന്ന് കിണറും പണിക്ക് പോയിക്കാണ്. അത് രാവിലെ പോണത് എനിക്കറിയില്ലേ. അങ്ങനത്തൊക്കെ മക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കില് അത് ആ കിണറു പണിക്കാണ് പോണത്. അതിന്റെ മനസ്സ് വിങ്ങിയുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ആരും ഇല്ലാതാവും. പ്രത്യേകിച്ചും എനിക്കറിയണ തന്നെ അല്ലേ. ഇജ്ജ് വെറുതെ കുട്ടിനോട് പറയുകൊണ്ട് ഇല്ലാത്തൊന്നും പെരയെ വന്ന് പറയരുതേ എന്നുള്ളത്. അത് കേട്ടിട്ട് തുള്ളി ചാടാനിച്ചു. ഇതന്നെയല്ലേ പേര? തള്ളന്റെ മോളി ആണുങ്ങളെ പിടിച്ചെടുക്കൽ ഞാൻ കാണിച്ചു കൊടുക്കാം. കുടുംബത്തോടെ മൊത്തം ഇതാ തോന്നുന്നു. ആരുമില്ലേ? ഇമ്മുട്ടിയെ ആരും മരത്ത് നിക്കണേ? എടി ഞാനൊന്ന് പോയോക്കട്ടെ. ആരോ വന്നിക്കണ മരത്ത്. ഇജാറ് നിക്ക് പോവല്ലേ. ഇതൊന്ന് ഓഫാക്കിട്ടെ.
ആ ആരാണ്? ആ ഞാൻ കുറച്ച് അപ്പുറത്തു നിന്നാണ്. ഇങ്ങോട്ട് കേറി. ഞങ്ങളൊക്കെ സൽക്കാരം കൂടാനോ അങ്ങോട്ട് കേറി ഇരിക്കാനോ വന്നതല്ല. നിങ്ങള് മകളെവിടെ? എന്റെ മകളോ? എന്റെ മകള് രാവിലെ കോളേജിൽ പോയത്. എന്തിയെ? ആരെ നിങ്ങൾ ചോദിക്കണത്? റിനുവിനാണോ അതോ നൂറനാണോ? നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്നൊന്നും എനിക്കറിയൂല. ഇനിയിപ്പോ 10 ഉണ്ടെങ്കിൽ അത് ഇന്നെ ബാധിക്കണ കാര്യമല്ല. ഞാൻ ചോദിക്കണത് നിങ്ങളെ റിനു എന്ന് പറഞ്ഞ മോൾ എവിടെയെന്നാണ്, റിൻഷിയ എന്ന് പറഞ്ഞ പെണ്ണ് എവിടെയെന്നാ ചോദിക്കണത്. ആരോ ഉറക്കന വർത്താനം പറയണ്ടല്ലോ. പോയോക്കട്ടെ. ഇങ്ങനെ ചെരുപ്പ് പൊടുക്ക വെച്ചത്. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ലമ്മ. നിങ്ങളെ മോളുണ്ടല്ല, ഇന്റെ റസാക്ക എന്ന് പറഞ്ഞ മോനെ കയ്യും കലാശയും കാട്ടിങ്ങാണ്ട് വലിച്ചെടുത്തുങ്ങാണ്ട് ഈ പെരേന്നുള്ള പൈസ ഒക്കെ കൊണ്ടേങ്ങാണ്ട് ഓളയിട്ട് ചുറ്റിക്കറങ്ങലാണോ എനിക്ക് പണി. ഇതിപ്പോ ആരോടമ്മ ഈ വർത്താനം പറഞ്ഞു? ആരപ്പ ചൂടായി വർത്താനം പറഞ്ഞു? ആരാ? മക്കളെന്താ 2K കിഡ്സ് അങ്ങനത്തെ പല പേരും പറഞ്ഞാണ്ട് ഓന് പെരയിലും വന്ന് പ്രശ്നം ഉണ്ടാക്കുക പൈസക്ക്. എന്നിട്ട് ഞാൻ ആരാന്റെ പണിക്ക് പോയിട്ടാണ് നയിച്ചുണ്ടാക്കുന്നത്. എനിക്ക് ആകെ ഒരു മോനുള്ളൂ. ഓനാന്നുണ്ടെങ്കിൽ ഇവളെ പിന്നാലെ നടന്നിട്ട് പണിക്കും പോണിയോ ഒന്നിനും പോണിയോ. ഒരു ബൈക്കായിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങാണ്. നിങ്ങളെ മകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങള് ഇക്ക് ആകെ ഒന്നുള്ളൂ. ഈ നാട്ടിൽ വേറെ ആണുങ്ങളൊന്നും കിട്ടാഞ്ഞിട്ടാണ് നിങ്ങളെ മകള് എന്റെ മകന്റെ പിന്നാലെ നടക്കണത്. അച്ഛേ, ഈ പെണ്ണപ്പൊ കോളേജിൽ കണി കണ്ട ചെക്കന്മാരെ കൂടെ നടക്കാൻ വേണ്ടി പോവുക അല്ലേ? അങ്ങനെ വേണം തള്ളങ്ങൾക്ക്. അപ്പൊ കുറച്ച് മുന്നെന്താ എന്നോട് പറഞ്ഞത്? എന്റെ കുട്ടി അങ്ങനൊന്നും ചെയ്യുമല്ലേ, ഇപ്പാന്റെ മാണിക്കക്കല്ലാണെന്ന്. ആ മാണിക്കക്കല്ലാണ് ഇപ്പൊ ബേക്കുമ്പോൾ പോയി നടക്കും പറഞ്ഞുകൊണ്ട് സ്വന്തം ഏതോ ഒരു തള്ളം വന്നങ്ങാണ്ട് ചൂടാണ്. കിട്ടിയോ പോരെ തള്ളം വെക്കും. നിങ്ങൾ ഏതായാലും ഇങ്ങോട്ട് കേറി പുറത്തിരുന്നങ്ങാണ്ട് വർത്താനം പറഞ്ഞിട്ട് ആൾക്കാരെന്തിനാ അറിയിക്കണേ? നിങ്ങൾക്ക് നാട്ടുകാര് കാണുന്നതും കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടല്ലേ? അപ്പൊ ഞാൻ എത്രത്തോളം ഇന്റോടെ കിടന്ന് ഇടങ്ങറാവുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാ? ആരാന്റെ പാത്രം മോറിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിലിപ്പോ ഇങ്ങളെ മകളെ ചെലവും കൂടി ഞാൻ നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉറുപ്പി എനിക്ക് എന്റെ പെരയെ കൊടുന്നേക്കാൻ വെച്ച. ഇങ്ങളും മകള് പറഞ്ഞിട്ട് എന്റെ മക പൈസ എടുത്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഓൾക്കുള്ള ഡ്രസ്സും മുട്ടായി അതും ഇതും വാങ്ങി കൊടുക്കലാണ് ഓനക്ക് പണി. അപ്പൊ നിങ്ങളെ മകളോടൊന്ന് പറഞ്ഞു കൊടുക്കും. ഞങ്ങളെ തൽക്കാരം കൂടാനോ ഒന്നിനും വന്നതല്ല. ഞാൻ കേറി ഇരിക്കണില്ല. നിങ്ങൾ അള്ളാന്ന് വിചാരിച്ചൊന്ന് പറഞ്ഞു കൊടുക്കും. എന്റെ മകന്റെ തലേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറയും. നിങ്ങളെ മകൾക്ക് വേറെയും കുറെ ചെക്കന്മാരുണ്ടാവും. പക്ഷെ എന്റെ മകന്റെ തലേന്ന് ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറയും. ഇപ്പൊ ഞങ്ങളോട് മാന്യമര്യാദയായിട്ടാണ് വർത്താനം പറഞ്ഞത്. ഇനി അതിര് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മകൾ അതിര് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആളും പാളും കൂട്ടിയിട്ടാവും വരവ്. നിങ്ങളത് മനസ്സിലാക്കിക്കോളെ. ഞാൻ പോവുകയാണ്. നിങ്ങളെ മകളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് നല്ലത്. തള്ളി മക്കളും കൂടി ആണുങ്ങളെ വളച്ചെടുക്കാൻ വേണ്ടി അറിഞ്ഞിക്കുക. തള്ളക്ക് ഒരു കൂസലുണ്ട് നോക്കിയ മൂത്ത് നോക്കി ഇങ്ങനെ നിക്കണ്. ഇനി ഇപ്പിയും കുഞ്ഞാക്കി അറിഞ്ഞോണ്ടേ നല്ല രസമുണ്ടാവും. ഒന്നും നല്ല യുദ്ധാവ് പെരണ്ടോ. ഇപ്പൊ എന്തായി ചെയ്യനാത്ത? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. ശരിയാണ് ഇജ്ജ് പറഞ്ഞത്. ഇജ്ജ് അങ്ങോട്ട് വായോ. എന്റെ നാത്തൂന്റെ ഓരോരോ ഭാണ്ടാത്തര കാട്ടല് ആര് എന്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കൂല. ഇൻഡാനിപ്പോ നേരത്തെ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പതാ ഇവളും എന്നോട് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞില്ല സൈനാത്ത, എന്റെ കുട്ടി ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു നുണ പറഞ്ഞിട്ടില്ലേ. പിന്നെ ഇവിടുത്തെ റിനുവിനൊന്നും കുറിച്ച് അങ്ങനത്തെ ഒരു വാക്കെന്നെ പറിച്ചില്ലേ. ഇവിടുത്തെ റിനുവിനെയും നൂറനെയും മുട്ടിനൊക്കെ ഭയങ്കര കാര്യമാണ്. എന്തെങ്കിലും മുണ്ടിയും പറയാനൊക്കെ ഓള് ഇങ്ങോട്ടല്ല മണ്ടി വരവ്. അപ്പോൾ ഞാൻ ഓളെ കുട്ടിനെ കുറ്റപ്പെടുത്താനാ നിന്നത്. ഇതിപ്പോ ഏതോ ഒരു ചെക്കന്റെ കൂടെ കറങ്ങി നടക്കുകയാണ്. ആ ചെക്കൻ പണിക്കും പോവില്ല ഒന്നും പോവില്ല. ഇവള് കാരണം എന്നാണ് പറയുന്നത്. എന്താ ഇതൊക്കെ? ഓളെ എന്തിനാ നമ്മള് പഠിപ്പിക്കാൻ വിടുന്നത്? വല്ലാത്തൊരു ഇടങ്ങറാണ് പതിരിങ്ങളെ. നാട്ടിൽ കേട്ട എന്താ അവസ്ഥ? ഒരു സ്വന്തം ഈ പെരക്കാരെ ആലോചിക്കാനുള്ള ബുദ്ധി ഓൾക്കില്ലേ.
ഓള് ചോദിച്ചിട്ടതും പറഞ്ഞതൊക്കെ വാങ്ങി കൊടുത്തിട്ടാണല്ലേ ഓള് ഇങ്ങോട്ട് വരറ്റുന്നത്. ഓള് 2 മുട്ടുകാലം ഞാൻ തല്ലിയൊടിക്കും. മതി ഓള് കോളേജിൽ അവിടേക്ക് കൊടുക്കും പോയത്. മനസ്സിലുള്ള മനസ്സമാധാനം കളയാനായിട്ട്. നൂറ് കേട്ടിട്ടുണ്ട് ഇതിനെക്കാട്ടി അപ്പുറാവും. അല്ലെങ്കിൽ നൂറ് കുറച്ച് ദിവസം അതിനോട് പറഞ്ഞത് റിനുമോളെ ശ്രദ്ധിക്കോണ്ടിന്ന് ഓളെ പോക്ക് ശരിയില്ലാന്ന്. അപ്പോഴും ഞാൻ നൂറിനെ അടിച്ചാൽ മറുത്തു. എന്റെ പണിയെടുക്കാൻ നോക്കി അതിനെ വെറുതെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഓരോന്ന് പറയാൻ നിൽക്കണ്ടെന്ന് അറിഞ്ഞിട്ട് ഇതിപ്പോ പെരേക്ക് വരെ ഓളം. മുട്ടിയെ എന്റെ അടിച്ചോറിൽ കഴിഞ്ഞിക്കണെങ്കിലേ ആ കുഞ്ഞോനൊന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറയും. നന്നായതുള്ളൂ, കുറവൊന്നുണ്ടായിരുന്നു. മതി ഓള് കോളേജിൽ പോയത്. ഇന്നത്തോടെ ഓളെ കോളേജിൽ പോക്കും എല്ലാതും നിർത്താക്ക അറിയാം. ഓള് കോളേജിൽ നിന്ന് അങ്ങോട്ട് ഇവിടുന്ന് തണ്ടാനോ പോണത് കണ്ണി കണ്ണ ചെക്കന്മാരെ കൂടെ. നിങ്ങളിങ്ങനെ ബേജാറാവണ്ട. ഓള് വന്നിട്ടേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാവാത്ത ഓളൊന്നല്ല. ഓൾക്ക് അതിന് മാത്രമുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി ഇനി ഓള് വന്നിട്ട് വെറുതെ 4 ആൾക്കാരെ അറിയിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഞാൻ ഒന്ന് പോട്ടെ. ചെല്ല് എടി ഇത് ആരോടും പറയല്ല കേട്ടോ. ആ പമ്പറന്നോള് ഇവിടെ വന്ന് വർത്താനം പറഞ്ഞതോ എൻ്റെ മകള് കണ്ടതൊന്നും ഇത് ആരോടും പറയല്ല കേട്ടോ. നാട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. നിങ്ങൾക്ക് എന്താന്ന് ഞാൻ പറയൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ പറയുന്നുള്ളത്? മുട്ടിയാച്ചുമ്മാൻ്റെ അടുത്ത് കണ്ട് ചെല്ലി ഇമ്മ ഞാൻ ദേഷ്യത്തിന് ഓള് വന്നിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടുകയാണാവോ. അല്ലെങ്കിലോ ശ്വാസം മുട്ട എൻ്റെ അമ്മക്ക് ഇത്രയും കുറച്ച് കാലമായിട്ടില്ല. ഇനിയിപ്പോൾ ഇതും കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ ഇതാവുകയാണാവോ. ചെല്ല്. അച്ചോ വല്ലാത്തൊരു കുട്ടിയാണ് കേട്ടോ ആ കുട്ടി. എൻ്റെ ആങ്കാരം ഇപ്പൊ കുറഞ്ഞില്ലേ? മുട്ടിയേ എന്നാ ഞാൻ ഇത് മടക്കി വെച്ചേരാ. ഇതാണ്ട് കൊണ്ടുപോയിക്കോ. ഇത് ഇങ്ങനെ കസാലയിൽ ഇരുന്നിട്ടേ അവിടെ ഇങ്ങനെ ഇരിക്കന്നെ ഉള്ളു. എന്നാ ഇത് ഓരോന്ന് അവരാത് ഇങ്ങനെ അൽമറയെ കൊണ്ടുവച്ചാളാ. നൂറിൻ്റെ റിനുവിൻ്റെ ആ കട്ടുമ്പോ കൊണ്ടുവച്ചാളാ. ആ നൂറൊക്കെ ഒന്ന് വിളിച്ചോക്ക് ജി. എവിടെ എത്തിന്ന് ചോദിച്ചോക്ക്. നേരത്തെ വിളിച്ചപ്പോ ജംഷിൻ്റെ അവിടെ നിന്ന് പോ നിൽക്കണെന്ന് പറഞ്ഞിരുന്നല്ല. അത്രയും നേരമായിട്ട് അവിടെ ഓളോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയും. ആ അമ്മ ഞാനേ കുഞ്ഞോങ്കാക്ക് വിളിച്ച് പറഞ്ഞ്. എന്താ കുഞ്ഞോ പറഞ്ഞേ? കുഞ്ഞോങ്കാക്ക് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരട്ടെ, ഓളെ കോളേജിൽ പോക്കൊക്കെ നിർത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഇജിപ്പോ വരുമ്പോളേ നമ്മൾ അറിഞ്ഞ ഭാഗം തന്നെ നടിക്കരുത്. ഓള് എപ്പോഴും അങ്ങോട്ട് കേറി വരണേന്ന് അറിയണല്ലോ. ഓളിങ്ങോട്ട് വരട്ടെ. നമ്മൾ അറിഞ്ഞ ഭാവം തന്നെ നടിക്കരുത്. എന്നാലും ഓളെ ധൈര്യം കൊള്ളാം. ഓളിങ്ങോട്ട് വരട്ടോള്. ഞാൻ പാവാണെന്ന് വെച്ചിങ്ങാണ്ട് അവരാരെ കുട്ടിയല്ലേ ഒരു കുരുത്തക്കെടുക്കും പോകൂലെന്ന് വെച്ച് ഇരിക്കുമ്പോൾ ഓള് നമ്മളെ തലയിൽ കയറി കൊത്തുക. ഇതിപ്പോ ആ മനുഷ്യ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തേക്കാരവസ്ഥ? എങ്ങനെ ഓളാ ചങ്ങായിന്റെ മുഖത്ത് നോക്കല്? ഓളൊരു പ്രേമും മണ്ണാങ്കട്ടി. ഓളിങ്ങോട്ട് വരട്ടോള്. ഇത് കുഞ്ഞാന്റെ അല്ലേ? കണ്ടെടുത്തേക്ക്. ഇതിങ്ങനെ കസാലില് കൂട്ടിയൊക്കെ ഞാൻ എന്നോട് പറഞ്ഞാട്ടോ പലപ്പോഴും. അല്ല നൂറ് എവിടെയിരുന്നാലാ? നൂറൊക്കെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അപ്പൊ ഇവിടെ എത്താനായിന്നോ പറഞ്ഞത്. അവിടെ തീകളാ വരാൻ പറയും. ഓളോട് പറഞ്ഞ വല്ലതും? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുഞ്ഞോങ്കാക്കാനോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉമ്മ നേരത്തെ പറഞ്ഞിരുന്നല്ല ആരോടും പറയണ്ടെന്നുള്ളത്. കുഞ്ഞോങ്കാക്കാനോട് വിളിച്ചു പറഞ്ഞപ്പോ കുഞ്ഞോങ്കാക്ക പറയുന്നോട് ഞാൻ അങ്ങോട്ട് വരട്ടെ, ഓൾക്കുള്ള ഞാൻ കൊടുത്തോളാന്നൊക്കെ. നൂറൊന്നും അറിഞ്ഞിട്ടില്ല. ആരോടും പറയണ്ട. നൂറാണോ റിനിയാണോ ആദ്യം എത്താന്ന് നോക്കട്ടെ. അങ്ങോട്ട് വരട്ടെ ഓള്. ഓളെ അയിഞ്ഞാടി നടക്കല് ഞാൻ കാണിച്ചു കൊടുക്കാം. എല്ലാരും വിലക്ക് നിർത്തി ഓളെ കൂടെ ഞാൻ എല്ലാത്തിനും നിന്നപ്പോളേ ഓളെ ഞമ്മളെ പൊട്ടന്മാരാക്കോള്. വരട്ടെ. ആകെ തുണി ഇരിഞ്ഞ പോലെ അതിലിപ്പ ആ പമ്പറന്നോട് വന്ന് പറഞ്ഞപ്പോൾ നാണക്കേടെന്ന് പറഞ്ഞാ പോരെ. എന്താപ്പ അവസ്ഥ? പേരന്റെ മിറ്റത്തൊക്കെ ഒരാള് വന്നുകൊണ്ട് ഇങ്ങനത്തെ വർത്താനം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞോനക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? കുഞ്ഞോനോട് 4 ആൾക്കാർ ചോദിക്കണം എന്റെ പെങ്ങൾ ഇങ്ങനെ നടക്കല്ലടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓനക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? നൂറൊക്കെ കോളേജിലൊക്കെ പോകണ്ടേ? ഈ ഒരു വരുമ്പോട്ടോളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതെങ്ങനെ
ഇന്റെ വയറ്റിൽ പിറന്നാന്ന് പറഞ്ഞിട്ട് കാര്യം നാവ് കുറച്ച് കൂടുതലാണ് നോക്ക്. അമ്മ അമ്പരാട്ടിന് നേരത്തെ വന്നിട്ട് നല്ല അറിഞ്ഞിട്ടുള്ള വരവാണ്. ഉമ്മ ആഹാ ഇമ്മാന്റെ കുട്ടീന് നേരത്തെ ആണല്ലോ. ഇന്ന് എന്താ നേരത്തെ വിട്ടോ കോളേജ്? ആ അമ്മ ഇന്ന് നേരത്തെ വിട്ട്. അല്ല റിനോ, ഇമ്മാന്റെ കുട്ടിക്ക് എന്നും നേരം വൈകിട്ട് തന്നെ കോളേജ് വിടല്? എന്നും എനിക്ക് ഈ അസൈൻമെന്റ് പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാവലുണ്ടാ? അപ്പൊ ഇന്ന് എന്താ അസൈൻമെന്റ് പ്രൊജക്റ്റ് ഒന്നും ഉണ്ടായില്ലേ? ഇന്ന് അസൈൻമെന്റ് ഇതൊന്നും എഴുതാണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ നേരത്തെ പോന്നതാണ്. എന്തമ്മാ എന്നൊരു പ്രത്യേക ഒരു ചോദ്യങ്ങള്? എന്തായാലേ എന്റെ മാഷിന്റെ നമ്പറൊന്നും എനിക്ക് തരുവോണ്ടി. അറിയണല്ലേ ഇപ്പത് ഈ 12:30 കോളേജ് വിടേണ്ടടുത്ത് എന്താണ് ഈ 5 മണിക്കും 6 മണിക്കും പെൺകുട്ടികൾ ഇങ്ങനെ കോളേജ് വിട്ടുകൊണ്ട് പെരേക്ക് പറഞ്ഞയക്കണെന്ന് അറിയണല്ലോ. ഞാൻ പറഞ്ഞില്ലമ്മ, എന്നും അസൈൻമെന്റ് പ്രൊജക്ട് ഉണ്ടാവലുണ്ട്. ഇന്നില്ലാതായപ്പോ ഞാൻ നേരത്തെ പോന്ന്. എന്താ മങ്ങൾ ഇന്ന് ഇങ്ങനൊക്കെ ഒരു ചോദ്യം? അല്ല ഞാനും ഇപ്പം തന്നെ കോളേജിക്കൊന്നും തീരെ വന്നോക്കാതെയും വിളിച്ചോക്കാതെ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവൂലല്ലോ. മാഷിന്റെ നമ്പറോ? എന്തിനമ്മ മാഷിന്റെ നമ്പർ? ഇതിപ്പോ ഞാൻ അകത്തേക്ക് കയറാതെ ഇങ്ങനെ ചോദ്യം ചെയ്യാനോ മാഷിന്റെ നമ്പറൊക്കെ ചോദിക്കാന് ഇമ്മ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കണേ? അപ്പൊ നിങ്ങൾക്ക് ഈ റിനുവിനെ തീരെ വിശ്വാസം ഇല്ലമ്മ. അന്നെ സംശയോ? അന്നെന്തിനാ കുട്ടിയെ ഞാൻ സംശയിക്കേണ്ട ആവശ്യം? എന്റെ കുട്ടി ഒരു തെറ്റും ചെയ്യണിയല്ല. തെറ്റ് ചെയ്യണവരല്ലേ ഞാൻ സംശയിക്കേണ്ടുള്ളൂ. ഇജി 100 ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അല്ലേ മുട്ടിയെ? ഇമ്മയെന്നുണ്ടെങ്കിൽ എന്നുമില്ലാത്തൊരു ചോദ്യം പറിച്ചിലും ഇവളെന്തെങ്കിലും മൂട്ടി തന്നിട്ടുണ്ടാവൂലേ? അല്ലെങ്കിൽ ഇവൾക്ക് പണ്ട് മൂട്ടിത്തരല് കുറച്ച് കൂടുതലാണല്ലോ. ഇന്നെ തീരെ കണ്ടൂടാ. നൂറതാത്താന് പിന്നെ ഇവൾക്ക് ഭയങ്കര കാര്യമാണ്, പക്ഷെ ഇന്നോടാണല്ലോ ഇവൾക്ക് ഭയങ്കര ഇത്. മുട്ടി ഞാൻ എനിക്ക് എന്ത് ചെയ്തു? ആരാടി ഈ റസാക്ക്? ആരാ ഈ റസാക്ക്ന്ന്? ഈ കൈ എന്റെ മൂത്ത് പതിയണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്ക് നിന്നോണ്ടി ചിട്ടാ. മര്യാദക്ക് നിന്നോണ്ടി. മതി ഉമ്മാന്റെ കുട്ടീന്റെ കോളേജിൽ പോക്ക് ട്ടാ. നിർത്തിക്കാളജി കോളേജിൽ പോക്ക്. അതുമ്മ ഞാൻ റിനിയോ ജില്ലാത്ത പറഞ്ഞു കൊടുക്കാൻ നിൽക്കല്ലോ. ഞാൻ ഉമ്മാനോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അല്ലെങ്കിലും ഈ ഇങ്ങനെ ഓരോ സെക്കൻഡോട് ചുറ്റി കറങ്ങണതേ ഞാൻ എങ്ങനെ അറിയാനാ? എന്റെ കൂടെ കോളേജിക്ക് ഞാൻ വരണുണ്ടോ? വെറുതെ ഇന്റെ നെഞ്ഞത് കയറാൻ നിൽക്കല്ലോ റിനിയോ. എന്തിനാടി ഒന്നും അറിയാത്ത ഇവളജി പറയണത്? എന്തിനാ ഇവളെ പറയണതെന്ന്? ഇവളെന്താ എന്നെ കാട്ടിയത്? അയച്ചു പറയും ഇവളെന്താ എന്നെ കാട്ടിയത് എന്ന്. ഇഞ്ചി കണ്ടിരുന്ന ഇവളിന്നോട് വല്ലതും പറഞ്ഞു തരുന്നത്? കണ്ടിരുന്നോന്ന്? ഇഞ്ചി പറഞ്ഞ് രാവിലെ അല്ല ഇന്ന് എന്തിനാ എന്റെ അടുത്ത് 1000 ഉറുപ്പ്യ ഉണ്ടായത്? അണിഞ്ഞൊരുങ്ങി പോണതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇജ്ജ് എന്തിനാ 1000 ഉറുപ്പ്യന്റെ അടുത്ത് കൊണ്ടായത്? ആർക്ക് കൊടുക്കാനേന്ന്? അല്ല എന്ത് ഫീസാണ് അടക്കാനുള്ളത്? 100ക്ക് കോളേജിൽ ഇത്ര ചെലവ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഓളെ 5ത്തിയായി അനക്ക് എന്തെത്ര കോളേജിൽ ഇത്ര ചെലവ്? എന്തെത്ര ചെലവ്? ഡിഗ്രിക്കല്ലേ പഠിക്കണത് അല്ലേ? 100ന്റെ അത്ര ഒന്നും എത്തിയിട്ടില്ലല്ലോ. ഡിഗ്രിക്കാണ് പഠിക്കണത്. എന്താ എനിക്ക് ഇത്ര ചെലവ്? അത് പറയും. 100ക്ക് ഇല്ലാത്ത അസൈൻമെന്റും പ്രൊജക്റ്റും വേറെ എന്തൊക്കെ കുന്തറാടങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് നിന്റെ ആളെ ഔത്തേക്ക് കയറിയാൽ മതി. എന്തിനാ നിന്ന് 1000 ഉറുപ്പ്യ കൊണ്ടുപോയത് എന്നുള്ളത്. പിന്നെ ആ റസാക്ക് ആരാന്ന് പറഞ്ഞിട്ട് ഇജ്ജ് ഔത്തേക്ക് കയറിയാൽ മതി. എന്നിട്ട് ഇജ്ജ് ഉമ്മാന്ന് വിളിച്ചാ മതി. ഉമ്മ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ചെക്കനാണ്. അവൻ നല്ല ചെക്കനാണ് ഉമ്മ. എന്നെ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞ്. ഇമ്മാന്റെ കുട്ടിയെ ഒരുപാട് വളർന്നു ഉമ്മാനെക്കാട്ടി ട്ടാ. ഉമ്മാന്റെ കുട്ടി ഒരുപാട് വളർന്ന് ഈ വാടക പേരല ജീവിക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങളെ വാപ്പങ്ങളെ നോക്കണേന് ഒരു കുറവും വരുത്തിയിട്ടില്ല ട്ടാ. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ കൂടെ നിന്നിട്ടും നിങ്ങളെ കൊഞ്ചിച്ചിട്ടും എല്ലാതും ചെയ്തിട്ടേ ഇജ്ജ് ലാസ്റ്റ് അയാളെ മോത്തിന്റെ കരിവാരി തേക്കടി തേക്ക്. ഇവിടെ എല്ലാരെക്കാട്ടും കൂടുതലേ അന്നെ ഇന്നലെ താലോലിക്കൽ എന്റെ വാപ്പ ട്ടാ. നിങ്ങളിപ്പോ ആരും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ അവനെ സ്വീകരിക്കുള്ളൂ. ഞാൻ അവന്റെ കൂടെ പോവും ചെയ്യും. നിങ്ങൾ ആരും എനിക്ക് കെട്ടിച്ചന്നില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞത് ഇഷ്ടമാണ് അവനമ്മ. നിങ്ങളൊന്ന് മനസ്സിലാക്കിമ്മ. എന്നെ പൊന്നു പോലെ നോക്കുമ്മ.
ഇജ്ജ് ആ പിന്നാലെ നടക്കുന്ന റസാക്ക് തന്നെ എന്റെ ഉമ്മ ഇവിടെ വന്നീന്ന് അതറിയാം എനിക്ക്. രാവിലെ കുറച്ചെങ്ങാനും വർത്താനല്ലേ ഈ പെരന്റെ മെത്തെന്ന് പറഞ്ഞ് പോയത് അറിയോ? ഇത് നാട്ടുകാരെ കൊണ്ട് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയതാണ് റീനിയോ, ഇറങ്ങിയതാണോന്ന്? അല്ല എന്താ എന്റെ ആയപ്പാട്? അന്നെ എന്തിനാടി ഇമ്മിപ്പിയും കോളേജിൽ പറഞ്ഞേക്കള്? പഠിക്കാനല്ലേ? കണ്ണി കണ്ട ചെക്കന്മാരെ കൂടെ കറങ്ങാനാണ്? ഇത്രയും കാലായിട്ട് എന്റെ കുഞ്ഞോന് ഇവളെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഇന്നേ വരായിട്ട് ഇവളെ ഉമ്മ വാപ്പ ആരെങ്കിലും പ്രേമിക്കണ സമയത്ത് ഇങ്ങോട്ട് കേറീനാ നല്ല അന്തസ്സായിട്ട് നമ്മൾ അങ്ങോട്ട് പെണ്ണ് ചോദിച്ചിട്ടല്ലേ ഇവളെ കല്യാണം കഴിച്ചു കൊടുത്തത് അല്ലേ? അത് എനിക്ക് അറിയണല്ലേ? ഇന്നേ വരായിട്ട് എന്റെ കുഞ്ഞോങ്കാക്ക് ഈ പെരന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കീന്നാ? അതൊക്കെ പോട്ടെ, നൂറ എത്ര കൊല്ലായടി ഓള് കോളേജിലും സ്കൂളും പോക്ക് തുടങ്ങിയിട്ട് ഇന്നേ വരായിട്ട് എന്തെങ്കിലും പേരുദോശ ഈ പെരക്ക് വരുത്തി വെച്ചിക്കണ? ഇന്ന് ആ ഹാസ്യം വന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ നാണം കെട്ടിയില്ലേ? ഹാസ്യം വന്നങ്ങാണ്ട് എന്നോട് പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഓന്റെ അമ്മ ഇവിടെ കേറി വന്നാണ്ട് എന്തൊക്കെയോ പറഞ്ഞത്. അതറിയാൻ എനിക്ക് അറിയോന്ന്? ഇന്റെ ആളായിട്ട് ഇതൊക്കെ വെട്ടി വെച്ചില്ലേ? ഇജ് വെറുതെ ആസിയാന്റെ മോളെ കൂടെ പോവാത്തത്, ഇവന്റെ കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങാനല്ലേ? മതി ഇന്റെ ആളെ, പഠിപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തിക്കാളജ്. ഇവിടെ ഇപ്പല്ല നൂറല്ല കുഞ്ഞോനല്ല ആരും എന്ത് പറഞ്ഞിട്ടും കാര്യ. അവനെ മതിമ്മ, ഒന്ന് മനസ്സിലാക്കിമ്മ. അടുത്തൊരു ചാടിപ്പോക്കുറച്ചിക്കപ്പോ ഹോ. അപ്പൊ ഉമ്മാന്റെ കുട്ടിക്ക് ഹിമ്മാനെ കാട്ടി ഇവിടുത്തെ ഉപ്പാനെക്കാട്ടി കാക്കാനെക്കാട്ടി നൂറിനെക്കാട്ടി ഒക്കെ വലുതാണ്. ഇന്നലെ കേറി വന്ന ഓനില്ല എനിക്ക്. ജാള് തിരക്കടിയടി. അപ്പൊ തീറ്റി പോയിട്ട് വളർത്തി ഞങ്ങളൊന്നും എനിക്ക് ആരും ഇല്ലല്ലേ അല്ലേ? നിങ്ങളിപ്പോ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ഇന്നെ സ്നേഹിക്കണ്ടെന്ന് കരുതിയിട്ട് എനിക്കിവിടെ ആരും സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ നല്ല കഥ. ഇമ്മ വല്ലാതെ അഭിനയിക്കൊന്നും വേണ്ട ട്ടാ. ഈ കണ്ണീരും പൂങ്കണ്ണീരൊന്നും ഞാൻ സ്വീകരിക്കൂല. ഉമ്മാന്റെ കുട്ടിക്ക് ഇതൊരു രസം. ഇമ്മ ഇപ്പൊ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, എന്ത് അഭിനയിച്ചാലും വേണ്ടിയില്ല, എന്ത് നാടകം കളിച്ചാലും വേണ്ടിയില്ല, എനിക്ക് ഓനെ തന്നെ മതിയെന്നില്ലേ? അല്ലേ? എനിക്ക് അപ്പൊ ഇത് ഞാനൊക്കെ ഈ പറഞ്ഞത് ഒരു നാടകം കളിയായിട്ടാ തോന്നിയത് അല്ലേ? എനിക്ക് അതാ തോന്നണത്. അല്ല, ഇമ്മാന്റെ കുട്ടി ഇങ്ങനെ നീളത്തിൽ നിന്നിട്ടേ ഇമ്മാനോട് വർത്താനം പറയാനുള്ള ആരോഗ്യം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഉമ്മാന്റെ കുട്ടി സ്വയം ഉണ്ടായതാണ് അങ്ങനെ ആണോന്ന്? എടി ഇത് എന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞോ, പക്ഷെ ആ തന്തനോട് പറയരുത് കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരമ്മ, ഞാൻ ജീവിക്കാന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ മാത്രം ജീവിക്കുള്ളൂ, അല്ലാതെ എനിക്കൊരാളെ വേണ്ടമ്മ. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നൂറാം മുട്ടി കുഞ്ഞോന് പക്ഷെ കേട്ട് മടുത്തു വരെ പേര്. ഇമ്മുട്ടി അങ്ങനെ പ്രേമിച്ച് വന്നിക്കണേ. അതേപോലെ തന്നെ ഞാൻ ഈ പെരയിൽ വന്ന് പറഞ്ഞത് കുഞ്ഞോക്കൊക്കെ വന്നപ്പോഴേ എന്തേന്ന് അവർ രണ്ടാളും ഒരുമിപ്പിക്കാനുള്ള മാറ്റിപ്പാനി ഒരു ഇത്, അതുപോലെ ഇന്നും പറ്റൂലേ? എന്ത് പറഞ്ഞാലും നൂറ് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇമ്മുട്ടി ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കുഞ്ഞോ അങ്ങനെ ചെയ്തു. അല്ല, ഈ ഇമ്മുട്ടി നിങ്ങളെ മകളാണോ മരുവളാണോ അറിയും പൊടി എന്നിട്ട് ചോദിക്കാണ്. കെട്ടിക്കൊടുന്ന മുതൽക്ക് നെറൂല് ഇങ്ങനെ കയറ്റി വെക്കണ്ടല്ലോ. അല്ലേലും ഇമ്മക്ക് പണ്ടേ ഇന്നോട് വെറുപ്പാണല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മക്ക് പറ്റൂല. നിങ്ങൾ ആരും സമ്മതിച്ചില്ലേ? ഇന്റെ ഒപ്പം എന്നെ സമ്മതിക്കും. ഇനി ഇപ്പൊ എന്നോട് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. സ്വന്തം ഉപ്പാണെന്നൊന്നും ഞാൻ നോക്കൂല. പറഞ്ഞില്ലൊന്നും ഉണ്ടോ? ഞാൻ ആരെക്കാട്ടി വളരും ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. അവന്റെ ഉമ്മ ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങളെല്ലാരും അറിഞ്ഞില്ലേ? ഇനിയിപ്പോ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുന്ന ഒരു ആവശ്യം നീയല്ല. ഞാൻ തന്നെ ഇത് എങ്ങനെ പറയുന്നു വിചാരിച്ച് നിൽക്കായിരുന്നു. എന്തെത്താ മൂട്ടി ഓള് പറഞ്ഞു പോയത്? ഇപ്പൊ പറഞ്ഞാലും വേണ്ടിയില്ല, ഇമ്മ പറഞ്ഞാലും വേണ്ടിയില്ല, ആര് പറഞ്ഞാലും ഞാൻ ഓന്റെ കൂടെ ജീവിക്കുന്ന. എന്തെത്താടി ഈ കേൾക്കണതൊക്കെ? എനിക്ക് വെച്ചറപ്പ് എന്തൊക്കെ നീ പേരന്റെ ഉള്ളിൽ ഉണ്ടാവുകയെന്ന് ആര് കണ്ട്? വല്ലാത്തൊരു ഇടങ്ങർ. റീനിയോ
ഇമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും കുഞ്ഞോക്കാക്കാനെ കൊണ്ട് ഇന്നെ അടുപ്പിക്കാനും നൂറിനെ കൊണ്ട് ഇന്നെ ചീത്ത പറയിപ്പിക്കാനും ഒക്കെ നിങ്ങൾ പുറപ്പാടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഓന്റെ കൂടെ ഇറങ്ങിപ്പോവും. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. എനിക്കിനിയിപ്പോ ആര് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമില്ല. ഞാൻ അവനെ സ്വീകരിക്കുള്ളൂ. നിങ്ങളിപ്പോ എന്റെ തലയിൽ എന്ത് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കൂല. അത് ഉറപ്പിന്റെ തലയിൽ കേറൂല. നിങ്ങളിനിപ്പോ എന്ത് അഭിനയം എന്റെ മുന്നിൽ പറഞ്ഞാലും എന്ത് തന്നെ ചെയ്താലും എന്റെ തലയിൽ കേറൂല. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇമ്മാരെ കുട്ടിക്കേ അങ്ങനെ വാശിയാന്നുണ്ടെങ്കിലേ ഇമ്മാരെ കുട്ടി ഒന്നും ഓർത്തോ ട്ടാ. ഇപ്പാന്റെ ഇമ്മാന്റെ മയ്യത്തിച്ച് കാണും. അത്ര തന്നെ ഉള്ളൂ ട്ടാ. നാട്ടുകാരെ കൊണ്ട് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചുകാണ്ട് ഞങ്ങൾ എങ്ങനെ ഇതാക്കാനാണ്, ജീവിക്കാനാണ്? ഇന്നേ വരായിട്ട് ഈ നാട്ടിൽ ഒരാൾ എന്റെ വാപ്പാനെ കുറിച്ച് മോശത്തരം പറഞ്ഞിട്ടില്ല. എന്റെ ആങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞിട്ടില്ല. നിജായിട്ടുണ്ടാക്കിച്ചത് ട്ടാ. എന്നാ മുട്ടിയതോട് കൊണ്ടുവച്ച ഞാൻ ആര് പറഞ്ഞാലും സ്വീകരിക്കില്ല. നിങ്ങൾ പറഞ്ഞ വർത്താനം ഒന്നും കേൾക്കണ്ട. നിങ്ങൾ പറഞ്ഞ എനിക്ക് മറുപടി തരേണ്ട ആവശ്യമില്ല. റിനി എന്തൊക്കെ പറയണെന്ന് വല്ല ബോധം ഉണ്ട് എനക്ക്? ഒന്നില്ല ഇമ്മാനോടല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കണത്. ഞാൻ എന്റെ ഉമ്മാനോടാണ് സംസാരിക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് വന്ന ആരോടല്ല. ഇജൊന്നേ ഓന്റെ കൂടെ ജീവിക്കണൊക്കെ കാണണം. പരന്ന് ഇനി പടിക്ക് പുറത്തിറങ്ങിട്ട് വേണ്ടേ? നാട്ടുകാരെ കൊണ്ട് വീട്ടുകാരെ കൊണ്ട് ഓള് പറയിപ്പിച്ചാണ്ട് ഓള് ഇങ്ങനെ ബൈക്കിൽ കറങ്ങി നടക്കുകയാണല്ലോ. അവന്റെ വാപ്പ നിങ്ങോട്ട് വരട്ടാ. അല്ലെ വാപ്പ പണി ഇങ്ങോട്ട് വരട്ട. ഇത് കൊണ്ടച്ച് മുട്ടിയ ഓള് നടന്ന് ചലക്കണ്. ഇനി കൂടുതൽ ചലിച്ചുണ്ടെങ്കിൽ ചേച്ചി സൈനായിട്ട് വിധിച്ചറി പറഞ്ഞില്ലാന്നുണ്ട് കേറി പൊടി ഔത്തി. ഇമ്മ എന്തിവിടെ ഒച്ചപ്പാട്? റോട്ടുമ്പക്ക് കേൾക്കണ്ടേ? എന്താ സംഭവം? നൂറ അതൊന്നുമില്ല നൂറ. നമ്മളെ റീമോൾക്ക് ഏതോ ഒരു ചെക്കനായിട്ടേ എന്തോ പ്രേമം എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അവന്റെ ഉമ്മ വന്നുകാണ്ടേ ഇന്ന് നമ്മളമ്മാനെ കുറെ എന്തൊക്കെയോ പറഞ്ഞു. ഇവള് കാരനാണ് അവരെ മോന് വയച്ചു പോണതെന്നൊക്കെ പറഞ്ഞുകാണ്ട് അവര് കൊടുക്കുന്ന പൈസ ഒക്കെ ഈ ചെക്ക് എടുത്തോണ്ടാണ് ഇവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞുകാണ്ട്. അപ്പൊ റിനു എന്നുണ്ടെങ്കിലോ അവന്റെ കൂടെ പോകുന്നുള്ള ഒരൊറ്റ വാശി. ഉമ്മാനോട് എന്തൊക്കെ തട്ടുത്തരം പറഞ്ഞു. ആരും ഒരു വില ഇല്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തന്നെ. ഇമ്മിൻ തന്നെ അവള് ചോദിക്കുമ്പോ പൈസ കൊടുത്തിട്ടല്ലേ. ഇമ്മാനോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് റിനുവിന്റെ പോക്ക് ശരിയല്ലമ്മ, റിനുവിന്റെ പോക്ക് ശരിയല്ല എന്നുള്ളത്. അപ്പൊ ഉമ്മ പറയോ അവള് ചെറിയ കുട്ടിയാണ് ഇന്ന്. ഇപ്പൊ ചെറിയ കുട്ടിയാണല്ലോ. 1000 2000 കൊണ്ടുപോയിട്ട് കൊണ്ട് ചെക്കന്മാരെ കൂടെ കറങ്ങിട്ട് മറ്റൊരാൾ വന്ന് വീട്ടിൽ വന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയത് ഈ ചെറിയ കുട്ടി കാരനാണല്ല. എനിക്കറിയില്ല മോളെ എന്തൊക്കെ ആയിത്തീരും എന്നുള്ളത്. ഒരു മനസ്സമാധാനം തലക്കില്ല. ഒന്നുകൊണ്ടല്ലെങ്കിൽ ഒന്നുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ പേരാവും എന്നുള്ളൊരു ആശ്വാസത്തിൽ ഇങ്ങനെ ഓരോന്ന് നിൽക്കുമ്പോ ഇവള് ഓരോന്നായിട്ട് ഇങ്ങനെ കേറി വരിക. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലോള് ഇച്ചു പറഞ്ഞുണ്ടാക്കിയതാണ് കുറെ ഇവളെ പറഞ്ഞു. എന്തൊക്കെ പറയണ്ടെന്ന് ഓൾക്ക് അറിയില്ല. പെണ്ണിന് ഭ്രാന്തായിരിക്കും ഈ പ്രേമം തലക്ക് മൂത്തിട്ട്. തങ്ങി പോക്ക് പോവാണ് ഇന്റെ പനി ശവോള് കാണും. ഇതൊക്കെ പറയാനുള്ളു. എന്താവാന്? ഇതിലും വലുതൊന്നും ആവാല്ലല്ലമ്മ. എന്തായാലേ അവളോടൊന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അവള് ഒലപ്പമൊത്ത പ്രേമം. മക്കള് ഒന്നിനാത്രം പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെറ്റ തള്ളാർക്ക് നിങ്ങളുടെ ഒരു സ്ഥാനം എന്തൊക്കെ തള്ളാർക്ക് കന്നായിക്കളമാർക്ക് നിങ്ങളെ ഇങ്ങനെ പുറത്തൊക്കെ നയിക്കാൻ പോയിട്ട് നിങ്ങളെ ഇങ്ങനെ നോക്കി വളർത്തണം. പിന്നെ ഞങ്ങൾക്കൊന്നും ചോദിക്കാനും പറയാനും പാടില്ല. ഞങ്ങള് വേറെ നിങ്ങൾക്കൊരു കന്നായിക്കള്. ഇനിയിപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ലമ്മ. കരഞ്ഞിട്ട് നാട്ടുകാരും വീട്ടുകാരും അറിയിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ 3 പേര് സംസാരിക്കണ ആ റോട്ടുമ്പൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പതുക്കെ ഇവിടെ നിന്ന് സംസാരിക്കണ റോഡിന്റെ വക്കാണ് നമ്മളെ വീട് എന്നുള്ളത്. നിങ്ങൾ കരയണ്ട. എന്തായാലും ഇപ്പം കുഞ്ഞോനും ഇങ്ങോട്ട് വരുന്നുണ്ടല്ല. ഇപ്പെല്ലാം അറിയാത്തുള്ളൂ. കുഞ്ഞോ അറിഞ്ഞിക്കണില്ലേ? എന്നാലും ഞാൻ ഓളൊന്ന് കാണട്ടെ പോയിട്ട് ഓളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താണ് അവളെ നിലപാടെന്ന് അറിയണല്ലോ. ഈ മടിപ്പൊന്നും ഓളോട് ചോദിക്കാൻ നിക്കട്ടെ. മുട്ടിയെ ഓള് പിടിച്ച് അകത്ത് കൊണ്ടേക്ക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണോ? ഓള് തൊള്ള കിടക്കണ ഇഞ്ചും കേൾക്കേണ്ടി വരും. ഓളിപ്പോ പറഞ്ഞു കേട്ടില്ല. ഓൾക്ക് ഉമ്മയാണെന്നോ വാപ്പയാണെന്നോ ഏടത്തിയാണെന്നുള്ള ഒരു ചിന്തയില്ല. ഓൾക്ക് പോവാൻ മതി. ഓ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക്
പറഞ്ഞ ഇമ്മ ചോദിച്ചു നോക്കാതെ ഇതിങ്ങനെ വിട്ടോണ്ട് കാര്യണ്ടാ? എന്ത് കാര്യമുള്ളത് നൂറ? ഈ അവളോടൊന്നും ചോദിക്കാൻ നിക്കണ്ട. അവള് ഇമ്മ പറഞ്ഞ മാരിക്കനെ അവള് തൊള്ള കേൾക്കണേ, ഈ വെറുതെ ഇതിനെ കേൾക്കാൻ നിക്കണേ. അവള് ഉമ്മാനോട് തന്നെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു ഇമ്മ എന്നുള്ള ബോധമില്ലാതെ. ഒരാൾ പറഞ്ഞും കേൾക്കൂല. അവൾക്ക് പ്രേമം തലക്ക് പിടിച്ചിക്കണ്. അവള് വെറുതെ വിട്ടാളെ. വെറുതെ എന്തിനാണ് അവരാരും കൂടി വഷളാവാൻ നിൽക്കേണ്ട ആവശ്യം? സ്വന്തം ഏടത്തി എന്നുള്ള ബോധം അവൾക്ക് ഉണ്ടാവില്ല. വെറുതെ അവളെ വായ കിടക്കണ കേൾക്കാൻ നിൽക്കണ്ട മോളെ. ഇമ്മൂട്ടിയെ അവള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല. ഇത് വലിയ വിഷയാവൂടി. നമ്മളും കൂടി അവളെ കൂടെ ഇപ്പൊ ഉമ്മനെ പറയും, ഇജ്ജനെ കേട്ടില്ല അവൾ നിങ്ങളോട് എന്തൊക്കെ തട്ടിക്കേറി പറഞ്ഞതൊക്കെ. ഇപ്പൊ നമ്മൾ അവൾക്ക് വളം വെച്ചോട്ടുള്ള മാരിക്കാവൂലേ? എടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്റെ അനിയത്തി ചെറിയ പൈതലൊന്നല്ലല്ലോ. ഈ ഇപ്പൊ ഈ നിന്ന് പറഞ്ഞൊക്കെ അവൾ ആ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അവള് ചെറിയ പൈതലൊന്നല്ലല്ലോ. അവളിപ്പോ എന്തൊക്കെ ഉമ്മാനോട് പറഞ്ഞത്? നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അവന്റെ കൂടെ പോകുന്ന പറഞ്ഞത്. പിന്നെ അവളോട് ഇപ്പൊ നമ്മൾ എന്ത് പറയാനാ? ഞാൻ അവൾക്ക് സ്വയബുദ്ധി തോന്നട്ടെ. അവന്റെ ഉമ്മ ഇവിടെ നിങ്ങളുടെ എന്തൊക്കെയോ സംസാരിച്ച്, ആ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു പണിയില്ല, കൂലിയില്ല, ഫുള്ള് തരികട കളിക്കണ ചെക്കനാണ് എന്നുള്ളത്. അത്രയും ഉമ്മാക്ക് ബുദ്ധിമുട്ടിട്ടാവൂല ഒരു പെരയിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ. ഇവളും കൂടി ആ ചതി ചെന്ന് പെടണ്ടാച്ചിട്ടാവും ചിലപ്പോ അമ്മ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എത്ര ആയാലും സ്വന്തം തള്ളാരും സ്വന്തം മക്കളെ തരം താത്തി പറയില്ലല്ലോ. പക്ഷെ എന്റെ അനിയത്തിക്ക് ആ ബുദ്ധി വേണ്ടേ? ഈ മിണ്ടായിരുന്ന പെണ്ണെ ഡി ഉമ്മക്കറിയണ്ട. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു പോയതമ്മ. എന്തായാലും കുഞ്ഞോ കൊണ്ട് വരട്ടെ. ഇനി ഒന്ന് വിളിച്ചോക്കട്ടെ അവനക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോന്ന്. അല്ലെങ്കിലേ റീനി നമ്മളെ കൈവിട്ട് പോകുമ്മ. ഇപ്പത്തെ കാലം അങ്ങനെയാണ്. ഇമ്മാന്റെ സംസാരവും ഒക്കെ കേട്ടിട്ട് എനിക്ക് തോന്നണ ആ ചെക്കൻ നല്ല ചെക്കനാന്നുള്ളത്. നമുക്ക് ശരിയാക്കി എടുക്കാം. അമ്മ വിഷമിക്കാതെ. അവൾ അങ്ങനൊന്നും പോകൂലമ്മ. എത്ര പൊട്ടി തെറിച്ചാലും അവൾക്ക് നമ്മളിട്ട് കണ്ട് പോവാൻ തോന്നുക. ആ പറച്ചില് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട.